സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവൻ്റെ പടപ്പുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയുമൊക്കെ ഇതുവരെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സർവ്വതെറ്റുകളും അത്യുദാരനായ പടച്ച റബ്ബ് നമുക്കേവർക്കും പരിപൂർണമായി മാപ്പും മഗ്ഫിറത്തും തന്നനുഗ്രഹിക്കട്ടെ. നാം അനുഭവിക്കുന്ന രോഗങ്ങൾ, മറ്റു പ്രയാസങ്ങൾ, ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ മുഴുവൻ പ്രതിസന്ധികൾ എല്ലാത്തിനും ശിഫ തന്ന്, സലാമത്ത് തന്ന്, സൗഖ്യം തന്ന്, സമാധാനം തന്ന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ, നമ്മുടെ കാരണവന്മാർ, തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികൾ, മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പ്രത്യേകം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ മാതാവ്, പടച്ചവൻ മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ, ഖബർ വെളിച്ചത്തിലാക്കട്ടെ. നാളെ പരിശുദ്ധമായ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അവരേവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ വിജയം മരിച്ചു കഴിഞ്ഞാൽ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുക എന്നുള്ളതാണ്. ഈ ദുനിയാവിൽ ജനിച്ചു വീണ ഒരു മനുഷ്യൻ ഏത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും വലിയ വിജയം എന്നുള്ളത് നാളെ മരിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധമായ സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുക. വിശ്വാസികളായ നമ്മുടെ ജീവിത ലക്ഷ്യവും അത് തന്നെയാണല്ലോ. പരിശുദ്ധമായ ഖുർആന്റെ ഭാഷയാണത്. സൂറത്ത് ആല് ഇമ്രാനിലൂടെ 185-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിക്കുന്നതാണ്. മരിക്കാത്തവരായി ഈ ദുനിയാവിന്റെ മുകളിൽ ആരുമില്ല. ജനിച്ചത് സത്യമാണെങ്കിൽ മരിച്ചേ തീരൂ. ഈ ദുനിയാവിലെ ഏറ്റവും വലിയൊരു സത്യമാണത്. ഇതിനേക്കാളും വലിയൊരു സത്യമില്ലെന്നാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നിശ്ചയിച്ചിട്ടുള്ള ഒരു അജലുണ്ട്. നമ്മുടെ ആയുസ്സിനൊരു കാലയളവ്, ഒരവധി. അത് എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു സെക്കൻഡ് പോലും മാറാതെ മനുഷ്യൻ മരിക്കും എന്നുള്ളത് അത് ഏറ്റവും വലിയ, ആർക്കും തിരുത്താൻ പറ്റാത്ത, മറുന്യായം പറയാത്ത, ആരും നിഷേധിക്കാത്ത ഒരു യാഥാർത്ഥ്യമാണ്. പടച്ചവൻ നിശ്ചയിച്ച ഒരജൽ.
ഒരു മനുഷ്യൻ എങ്ങനെ മരിച്ചാലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് നിശ്ചയിച്ച അവന്റെ തീരുമാനമനുസരിച്ച് അവൻ കണക്കാക്കിയിട്ടുള്ള ആയുസ്സിന്റെ അജല് എത്തി തന്നെയാണ് മരിക്കുന്നത്. ലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അവധി എത്തിക്കഴിഞ്ഞ അള്ളാഹു പിന്തിപ്പിക്കൂല, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. ചില ആളുകളുടെ മരണത്തെപ്പറ്റി നമ്മൾ പറയും പെട്ടെന്നായി പോയി, പെട്ടെന്നുള്ള മരണം. എന്ത് പെട്ടെന്നാണ്? അല്ലെങ്കിൽ യാദൃച്ഛികമാണ്, അത്ഭുതമാണ് എന്നൊക്കെ പറയും. അതൊക്കെ നമ്മുടെ ഭാഷ മാത്രമാണ്. പടച്ചവന്റെ നിഘണ്ടുവിൽ അങ്ങനെ യാദൃച്ഛികതയും പെട്ടെന്ന് അങ്ങനൊന്നുമില്ല. അല്ലാഹ് കൃത്യമായി നിശ്ചയിച്ചിട്ടുള്ള തീരുമാനിച്ചിട്ടുള്ള ആ അവധിയിൽ, ആ അജലിൽ ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാത്ത നിലക്കാണ് ഓരോ മരണങ്ങളും സംഭവിക്കുന്നത്. അല്ലാഹു നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാക്കട്ടെ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത മുഴുവൻ പ്രവർത്തികൾക്കുമുള്ള കൂലി അത് കൃത്യമായി പൂർത്തീകരിച്ചു നൽകപ്പെടും. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ ആർക്കെങ്കിലും കടക്കാൻ സാധിച്ചാൽ ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ. പരിശുദ്ധമായ ഖുർആൻ. മരിച്ചു കഴിഞ്ഞു ചെല്ലുമ്പോ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവനാണ് രക്ഷപ്പെട്ടവൻ, അവനാണ് ഫഖദ് ഫാസ്, അവൻ വിജയിച്ചവനാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് ആല ഇമ്രാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരാണ്. നമ്മുടെ വിചാരങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗം മുന്നിൽ കണ്ടിട്ട് വേണം നമ്മൾ ജീവിക്കാൻ എന്നാണ്. സ്വർഗം മുന്നിൽ കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ ഗിഫ്റ്റാണത്, ഏറ്റവും വലിയ സമ്മാനാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, നിങ്ങൾ അറിയണം, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, പടച്ചവന്റെ സമ്മാനം എന്നുള്ളത് അത് വല്ലാത്ത മൂല്യമുള്ളതാണ്. അള്ളാഹുവിന്റെ സമ്മാനം അത് വല്ലാത്ത മൂല്യമുള്ള, വിലപിടിപ്പുള്ളതാണ്. അത് വെറുതെ കിട്ടുന്നതല്ലാന്ന്. വിലപിടിപ്പുള്ളതാകുമ്പോ വില കൊടുത്ത് മാത്രമേ വാങ്ങാൻ പറ്റൂ. അങ്ങോട്ട് വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന, വെറുതെ കിട്ടുന്നതല്ല, അത് മൂല്യമുള്ളതാണ്. വീണ്ടും റസൂല് പറഞ്ഞു, അലാ ഇന്ന സിൽഅത്തല്ലാഹി അൽ ജന്ന, ഏറ്റവും വിലപിടിപ്പുള്ള പടച്ചവന്റെ ഗിഫ്റ്റാണ് അൽ ജന്ന, സ്വർഗം എന്നുള്ളത്. ഏറ്റവും വിലപിടിപ്പ്. മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ ഇലാ ഖത്രി റജുലിൻ ഇലാ ഖൽബി ഖാതിരിൻ, ഒരു കണ്ണും ഇതുവരെ കാണാത്ത, ഒരു കാതും ഇതുവരെ കേൾക്കാത്ത, ഒരു മനുഷ്യനും ഇതുവരെ അവന്റെ ചിന്തകളിലേക്കോ അവന്റെ സങ്കല്പങ്ങളിലേക്കോ അവന്റെ ഭാവനകൾ കൊണ്ട് ഭാവിച്ചെടുക്കാൻ, ചിന്തിച്ചെടുക്കാൻ, സങ്കല്പിച്ചെടുക്കാൻ കഴിയാത്ത ഒരു അനുഭൂതിയും അനുഗ്രഹവുമാണ് സ്വർഗം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് അമൂല്യമായതാണ്, വിലപിടിപ്പുള്ളതാണ്. അത് വില കൊടുത്ത് തന്നെ വാങ്ങണമെന്നാണ്. അത് വെറുതെ ഇരുന്നാൽ കിട്ടുന്ന സംഗതിയല്ല. എനിക്ക് സ്വർഗം വേണം എന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം കിട്ടുന്നതല്ല, അത് പകരം കൊടുത്ത് വാങ്ങേണ്ടതാണ്.
അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളിൽ നിന്ന് അവരുടെ ശരീരങ്ങളെയും അവരുടെ സമ്പത്തിനെയും കച്ചവടം ചെയ്ത് അല്ലാഹ് വാങ്ങിയേക്കാണ്. ഖുർആന്റെ പ്രയോഗം നോക്കണം. അല്ലാഹ് വാങ്ങിയേക്കാണ് നമ്മുടെ ശരീരം, നമ്മുടെ സമ്പത്ത്. പകരം എന്താണ്? ബിഅന്ന ലഹുമുൽ ജന്ന, പകരം നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്നുള്ളതാണ് എഗ്രിമെന്റ്. ബിഅന്ന ലഹുമുൽ ജന്ന, പകരം അവർക്ക് സ്വർഗമുണ്ട്. നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരവും അല്ലാഹു കച്ചവടം ചെയ്ത് നമ്മിൽ നിന്ന് വാങ്ങിയേക്കാൻ പരിശുദ്ധമായ ഖുർആൻ പറയാണ്. പകരം നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ശരീരം, നമ്മുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ സമ്പത്ത് നമ്മൾ വിനിയോഗിക്കുന്നത് എല്ലാം സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാകണം. സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, നിങ്ങളൊരു കാൽ എടുത്തു വെക്കുമ്പോ, ഒരു ചവിട്ടടി വെക്കുമ്പോ നിങ്ങൾ ചിന്തിക്കണം, ഇത് സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ? അങ്ങനെ ചിന്തിച്ചിട്ട് വേണോന്നൊരു ചവിട്ടടി വെക്കാൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്താലും ഞാൻ ഈ ചെയ്യുന്നത് അതിലൂടെ എനിക്ക് സ്വർഗം കിട്ടോ ഇല്ലയോ, അതല്ല അത് നരകത്തിലേക്ക് പോകാൻ കാരണമാകുമോ? അങ്ങനെ ചിന്തിച്ചിട്ട് വേണം ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും മുസ്ലിമിനൊരു മുഅ്മിനിനൊരു പേടിയുണ്ടാകണം. ഇതെന്റെ സ്വർഗം നഷ്ടപ്പെടുത്തി കളയോ, അങ്ങനെ ഒരു ബേജാറോടുകൂടെ ജീവിക്കണമെന്നാണ്. അങ്ങനെ ഒരു ആശങ്കയോടുകൂടെ ജീവിക്കണം ഈ ദുനിയാവിൽ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്ന വല്ലാത്തൊരു യാഥാർത്ഥ്യമാണത്. അൽ അശ്റത്തുൽ മുബശ്ശറത്തു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബത്തുണ്ട്. നമുക്കറിയാം, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ്. നിങ്ങൾ സ്വർഗത്തിലാണ്, നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് ആവർത്തിച്ച് അവരോട് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ സഹാബത്തും സ്വർഗത്തിലാണ്, അത് തർക്കമില്ലാത്ത കാര്യമാണ്. റസൂലിനെ നേരിട്ട് കണ്ട സഹാബത്തെല്ലാം അവര് സ്വർഗാവകാശികളാണ്. പക്ഷേ 10 പേരോട് എപ്പോഴും അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾ സ്വർഗത്തിലാണ്, നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് അവരുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ്. അൽ ആശറത്തുൽ മുബശ്ശറത്തു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേർ. പക്ഷേ ജീവിതത്തിൽ എനിക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഏറ്റവും വലിയ ബേജാറോടെ ജീവിച്ചത് ആ 10 പേരാണ്. അവർക്ക് ഉറപ്പാണ്, റസൂല് പറഞ്ഞേക്കണാണ് നിങ്ങൾ സ്വർഗത്തിലാണ്. പക്ഷേ ജീവിതത്തിൽ ദുനിയാവിൽ എനിക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ബേജാറോടെ മരണം വരെ ജീവിച്ചവർ ആ 10 പേരാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേർ. അവർക്കായിരുന്നു ഏറ്റവും വലിയ ബേജാറ്. അവരാണ് ഏറ്റവും കൂടുതൽ സ്വർഗത്തിനു വേണ്ടി പരിശ്രമിച്ചതും. ഉറപ്പാണ് സ്വർഗം, ആ വാക്ക് റസൂലിൽ നിന്ന് കേട്ടിട്ട് പോലും ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത് അവരാണ്. ഹൽ അസ്ബഹ അഹദും മിൻകും സായിമാ, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നോമ്പനുഷ്ഠിച്ചിട്ടുള്ളത്? ഹൽ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ, ഇന്ന് ആരാണ് നോമ്പനുഷ്ഠിച്ചിട്ടുള്ളത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ചോദ്യമാണ്. അതുപോലെ നിങ്ങളിൽ ആരാണ് ഇന്നൊരു രോഗിയെ സന്ദർശിച്ചിട്ടുള്ളത്? ഹൽ തസദ്ദഖ അഹദും മിൻകും സദഖ, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് സദഖ കൊടുത്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനോട്, മദീന പള്ളിയിൽ ഒരുമിച്ച് കൂടിയ സഹാബത്തിനോട് ചോദിക്കാൻ, ഇന്നാരാണ് സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളത്?
ഇന്നാരാണ് രോഗിയെ സന്ദർശിച്ചിട്ടുള്ളത്? ഇന്നാരാണ് സദക്ക കൊടുത്തിട്ടുള്ളത്? 3 ചോദ്യത്തിനും മറുപടി പറയാൻ ഒരാൾ മാത്രം. അനയാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാനുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. മറ്റു സഹാബത്തൊക്കെ ഫസക്കത്തു, അവർ മിണ്ടാതിരിക്കാൻ, അവർക്ക് മറുപടിയില്ല. എല്ലാത്തിനും മറുപടി കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മാത്രം. സമ്പത്ത് മുഴുവനും അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി വച്ചപ്പോ റസൂല് ചോദിച്ചു, മാ അബ്ഖൈത ലി അഹ്ലിക, നിന്റെ കുടുംബത്തിനു വേണ്ടി എന്ത് നീ ബാക്കി വച്ചിട്ടുണ്ട് അബൂബക്കറെ? എന്താണ് ബാക്കി വച്ചിട്ടുള്ളത്? അബ്ഖൈതു ലഹും അല്ലാഹ വ റസൂല, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അവർക്ക് വേണ്ടി ബാക്കി വച്ചിട്ടുണ്ട് നബിയേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മറുപടി അതാണ്. ഈ പറഞ്ഞ 10 പേരിൽ ഒന്നാമനാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. മുഴുവൻ സമ്പത്തും കൊണ്ടുപോയി റസൂലിന്റെ മുമ്പിൽ സദക്ക കൊടുത്തപ്പോ, പരിശുദ്ധ ദീനിന് വേണ്ടി കൊടുത്തപ്പോ ചോദിക്കാൻ കുടുംബത്തിന് എന്താണ്? മറുപടി പറയാണ്, അല്ലാഹും അല്ലാഹുവിന്റെ റസൂലുണ്ട്, അത് മതി. അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞ സ്ഥാനപ്പേരാണ്. സിദ്ദീഖ് സ്ഥാനപ്പേരാണ്. പ്രവാചകത്വം കഴിഞ്ഞാൽ, റിസാലത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റബ്ബിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്ന ഏറ്റവും വലിയ സ്ഥാനം സിദ്ദീഖ് എന്നുള്ളതാണ്, സിദ്ദീഖിയത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ ശുഹദാ, രക്തസാക്ഷികൾ, മിനൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനം സിദ്ദീഖുകൾക്കാണ്. അതിൽ ഒന്നാമനാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഇവരൊക്കെ എങ്ങനെയാണ് ജീവിച്ചത്? അൽ അശ്റത്തുൽ മുബശ്ശറയിൽ ഒന്നാമൻ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഒരിക്കൽ മദീനയിലെ ഒരു അൻസാരിയായ ഒരു സഹാബിയുടെ ഈത്തപ്പന തോട്ടത്തിലേക്ക് അബൂബക്കർ തങ്ങളും ചില സഹാബത്തും കടന്നു ചെന്നു. പഴുത്ത് പാകമായി നിൽക്കുന്ന ഈത്തപ്പഴങ്ങളാണ്, ഈത്തപ്പനയാണ്. ധാരാളം പക്ഷികൾ പാറിപ്പറക്കുന്നുണ്ട്. മറ്റു സഹാബത്തെല്ലാം ആ പക്ഷികളുടെ അതിമനോഹരമായ അവരുടെ കാഴ്ച കണ്ട്, അവർ പാറിപ്പറക്കുന്ന കാഴ്ച കണ്ട് സന്തോഷത്തോടെ ആ തോട്ടത്തിലിരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഫജലസ യബ്കി, ഒരു മൂലയിൽ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാൻ. ഇതൊക്കെ കണ്ടിട്ട് മറ്റുള്ളവർ ചോദിച്ചു, എന്ത് പറ്റിന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റിന്ന് ചോദിച്ചു. എന്താ മറുപടി എടുത്തത്? ഈ പക്ഷികൾക്കൊരു ബേജാറുമില്ലല്ലോ. മറുപടി എടുത്തത് അങ്ങനെയാണ്. ഈ പക്ഷികൾക്കൊരു ബേജാറുമില്ലല്ലോ. ഈ തോട്ടത്തിൽ അവർക്ക് പറക്കാം, ഈത്തപ്പഴങ്ങൾ കഴിക്കാം, അരുവിയിലേക്ക് പറന്നു ചെല്ലാം, അതിൽ നിന്ന് വെള്ളം കുടിക്കാം. എന്നിട്ടവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ലാ ഹിസാബ വലാ അദാബ, അല്ലാഹുവിന്റെ മുന്നിൽ വിചാരണയില്ല, ശിക്ഷയില്ല, ചോദ്യങ്ങളില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഈ പക്ഷികൾക്കൊരു ബേജാറുമില്ലല്ലോ. ഞാനൊരു പക്ഷിയായിട്ട് ജനിക്കാതിരുന്നതെന്തേ? എന്റെ ഉമ്മ ഈ അബൂബക്കറിനെ പ്രസവിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എനിക്ക് അള്ളാന്റെ മുമ്പിലേക്ക് പോണ്ടേ? അവിടെ ചെന്നിട്ട് ചോദ്യങ്ങളില്ലേ, വിചാരണയില്ലേ? എന്റെ സ്വർഗം നഷ്ടപ്പെട്ടു പോകുമോ? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഹൻദല റളിയല്ലാഹു തആല അൻഹു നാഫഖ ഹൻദല എന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് ഹൻദലയുടെ ഈമാൻ പോയി, മുനാഫിഖായി പോയി എന്ന് വെപ്രാളപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഓടി വരുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കാൻ, എന്ത് പറ്റി? അപ്പൊ പറയണ, റസൂലിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ നമുക്ക് വലിയ ഈമാനല്ലേ, വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകുമ്പോ നമ്മുടെ ഈമാനൊക്കെ പോകുമല്ലേ, ആ മുന്നിലുള്ള ഈമാൻ ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഈമാന് കുഴപ്പം പറ്റിപ്പോയില്ലേ? അബൂബക്കർ തങ്ങളും പറയാൻ, ഞാനും അങ്ങനെയാണല്ലോ, എന്റെ ഈമാനും പ്രശ്നമാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകാം. 2 പേരും കൂടി അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലാൻ. എന്നിട്ട് പറയാണ്, ഞങ്ങളുടെ ഈമാനാകെ കുഴപ്പത്തിലായി പോയി.
ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൽ ആശറത്തുൽ മുബശ്ശറത്തു ബിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒന്നാമനായ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അവസ്ഥ ഇതാണ്. റളിയല്ലാഹു തആല അൻഹു റസൂൽ പറഞ്ഞു, ലൗ കാന ബഅദീ നബിയ്യ, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ലകാന ഉമർ, അത് ഉമറായേനെ റളിയല്ലാഹു തആല. എന്നാൽ ലാ നബിയ്യ ബഅദീ, എനിക്ക് ശേഷം പ്രവാചകത്വം ഇല്ല, എനിക്ക് ശേഷം നബിയില്ല. അങ്ങനെ ഒന്നുണ്ടാകുമായിരുന്നുവെങ്കിൽ അത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ആകുമായിരുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ തങ്ങളെ പറ്റി പറഞ്ഞതാണ്. മറ്റൊരിക്കൽ പറഞ്ഞു, ഞാൻ സ്വർഗം കണ്ടു, സ്വർഗത്തിലും മനോഹരമായ ഒരു മാളിക ഞാൻ കണ്ടു. എന്റെ കൂടെയുള്ള മലക്കുകളോട് ചോദിച്ചു, ആരുടേതാണ് ഈ മണിമാളിക എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ഇത് ഖത്താബിന്റെ മകൻ ഉമറിനു വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ളതാണ്. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്ത് മനുഷ്യൻ സ്വർഗത്തില് ഒരു വല്ലാത്ത കൊട്ടാരം പർച്ചേസ് ചെയ്തു വെച്ചേക്കാണ് ദുനിയാവിൽ വെച്ച്. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അദ്ദേഹം പറയാൻ, ആകാശത്ത് നിന്നൊരു വിളംബരം കേട്ടാൽ, ഇന്നകും, നിങ്ങളെല്ലാവരും തദ്ഖുലൂനൽ ജന്ന, നിങ്ങളെല്ലാവരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. കുല്ലുക്കും മജ്മഊൻ, നിങ്ങൾ മുഴുവൻ ആളുകളും, ഇല്ലാ റജുലൻ വാഹിദ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യനൊഴികെ ബാക്കി എല്ലാവരും സ്വർഗ്ഗത്തിലാണ് എന്നൊരു വിളംബരം കേട്ടാൽ ലഖിഫ്തു, എനിക്ക് പേടിയാണ്, അന്നകൂന ഹുവ, ഒരാൾ ഞാനാകൂ, ആ ഒരാൾ ഞാനായി പോകോ. ബഹുമാനപ്പെട്ട അബൂബക്കർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, എല്ലാവരും സ്വർഗ്ഗത്തിലാണ്, ഇല്ലാ റജുലൻ വാഹിദ, ഒരാൾ ഒഴികെ എന്നൊരു വിളംബരം ആകാശത്ത് നിന്ന് പടച്ചവന്റെ ഭാഗത്ത് നിന്ന് കേട്ടാൽ ലഖിഫ്തു, എനിക്ക് പേടിയാണ്, ആ ഒരാൾ ഞാനായി പോകുമോ. നമ്മളാണ് ആ വിളംബരം കേൾക്കുന്നതെങ്കിലോ നമുക്ക് എല്ലാവർക്കും ഉറപ്പാണല്ലോ നമ്മളല്ല, ആ ഒരാൾ നമ്മളല്ല, നമുക്കെല്ലാവർക്കും ഉറപ്പാണ്. കാരണം നമ്മേക്കാൾ മോശക്കാര് ധാരാളം ഈ ദുനിയാവിലുണ്ട്. നമ്മുടെ ചിന്ത അങ്ങനെയാണ്. നമ്മേക്കാൾ മോശക്കാർ ധാരാളം ആളുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതുകൊണ്ട് ആ സ്വർഗം നഷ്ടപ്പെട്ടു പോകുന്ന ഒരാൾ അത് ഞാനല്ല എന്ന് നമ്മൾ ഉറപ്പിക്കും. ബഹുമാനപ്പെട്ട ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു സാഹിബു സിർരി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ കാണുമ്പോ ഓടിച്ചെന്നിട്ട് രഹസ്യം ചോദിക്കും, ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് ചോദിക്കട്ടെ, അന മിൻഹും, ആ ലിസ്റ്റിൽ എന്റെ പേരുണ്ടോ. ഹുദൈഫ റളിയല്ലാഹു തആല കാണുമ്പോ ഓടിച്ചെന്നിട്ട് ചോദിക്കുന്നതാണ്, രഹസ്യം ചോദിക്കാൻ, ആ ലിസ്റ്റിൽ ഞാനുണ്ടോ. ഏത് ലിസ്റ്റിൽ? റസൂൽ കുറെ മുനാഫിക്കുകളുടെ കപടമായ ഈമാനിന്റെ ആളുകളുടെ പേര് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കപടന്മാരായ ആളുകൾ, ആ ലിസ്റ്റിൽ എന്റെ പേരുണ്ടോ. ഒരു മയ്യിത്ത് നിസ്കാരത്തിന് സമയത്ത് ഹുദൈഫ റളിയല്ലാഹു തആല മാറിക്കാൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ചെന്നിട്ട് ചോദിച്ചു, ആ ലിസ്റ്റിൽ ഇത് ഈ മനുഷ്യന്റെ പേരുണ്ടല്ലേ? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, ഉണ്ട്. അടുത്ത ചോദ്യം, ബില്ലാഹി അന മിൻഹു, ഞാനുണ്ടോ, എന്റെ പേരുണ്ടോ അതിന്റെ അകത്ത്. ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചോദ്യം അതാണ്. വഫാത്താകാൻ സമയത്ത്, മരണാസന്നനായി കിടക്കുന്ന സമയത്ത് മകൻ അബ്ദുള്ളയോട് പറയാണ്, ഹുദൈഫത്ത് ബിനുൽ യമാനിനെ നിങ്ങൾ കൊണ്ടുപോകാൻ എൻ്റെ അടുക്കലേക്ക്. അദ്ദേഹത്തൊന്ന് വിളിച്ചോണ്ട് വരുമോ? കൊണ്ടുവന്നു. ചോദിക്കാൻ, ഉശാഹിദുക ബില്ലാഹ്, അന ഉശാഹിദുക ബില്ലാഹ്, അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, ഹൽ അദ്ദർ റസൂൽ ബിസ്മി ബൈനൽ മുനാഫിഖീൻ, ആ മുനാഫിഖുകളുടെ പേര് അല്ലാഹുവിന്റെ റസൂൽ എണ്ണി പറഞ്ഞപ്പോ എന്റെ പേരുണ്ടോ അതിന്റെ അകത്ത്? മരിക്കാൻ നേരത്ത്, അതിനു മുമ്പ് കാണുമ്പോ ചോദിച്ച് ആ ലിസ്റ്റിൽ എന്റെ പേരില്ലാതെ ഉറപ്പിച്ചു വച്ചേക്കുന്ന ആളാണ്.
റളിയല്ലാഹു തആല അൻഹു ആ ലിസ്റ്റിൽ എൻ്റെ ഉറപ്പിച്ചു വെച്ചേക്കാണ്. എന്നിട്ടും വഫാത്തിന്റെ സമയത്ത് വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കാൻ, അവസാനം ഒന്നോട് ചോദിക്കട്ടെ, ഞാനുണ്ടോ? നമുക്കൊക്കെ ഈ ഖബറ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പേടിയുണ്ടോ? നമ്മളൊക്കെ കണ്ട് 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 മടുത്തെടുക്കുന്ന സാധനമാണ് ഈ ഖബറ് എന്ന് പറയുന്നത്. എന്നും കാണാൻ ഖബറ് കാണുമ്പോൾ നമുക്കൊന്നുമില്ല. ഏറ്റവും ചുരുങ്ങിയത് നമ്മളാ നടന്നു വരുമ്പോ ഒന്ന് സലാമെങ്കിലും അവരോട് പറയണം. അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്നുള്ള സലാം പൂർണ്ണമായോ ഏറ്റവും ചുരുങ്ങിയത് അസ്സലാമു അലൈക്കും എന്നെങ്കിലും അവർക്കത് വല്ലാത്ത ആശ്വാസമാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഞാനും പോയി കിടക്കേണ്ടി വരുമെന്നൊരു ചിന്ത കടന്നു വരാനും അത് കാരണമാണ്. നമ്മളൊക്കെ ഖബർ കണ്ട് കണ്ട് മടുത്തെടുക്കും, നമുക്കൊന്നുമില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞ് കരഞ്ഞ് താടിയിലൂടെ കണ്ണുനീരൊഴുകി, കവിൾത്തടത്തിലൂടെ കണ്ണുനീരൊഴുകി ഒഴുകി 2 കണ്ണുകൾക്ക് താഴെ ഒരു ചാലുണ്ടായിരുന്നു. കണ്ണുനീരൊഴുകിയ ഒരു ചാലിന്റെ ഒരടയാളം അദ്ദേഹത്തിന്റെ മുഖത്ത് രേഖപ്പെട്ടു പോയിരുന്നു. ഖബർ കണ്ടിട്ട് കരഞ്ഞേ. എന്ത് കരച്ചിലാന്ന്! അലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങിയതുപോലെ നിൽക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയാണ് കാണുന്നത്. ചോദിച്ചു, എന്താണെന്ന് വെച്ചു, എന്ത് പറ്റിയെന്ന് വെച്ചു. ഫാത്തിമ ബീവി ഇങ്ങനെ ഒരുങ്ങി നിൽക്കാൻ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എന്റെ ഉപ്പയുടെ അടുക്കലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്, മരിക്കാനുള്ള സമയമായിട്ടുണ്ടെന്ന്. റസൂലിന്റെ വഫാത്തിന് ശേഷം എന്റെ ഉപ്പയുടെ അടുക്കലേക്ക് പോകാനുള്ള സമയമെടുത്തിട്ടുണ്ട്. അലിയാർ തങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, ആരാണ് ആദ്യം മരിക്കുന്നതെന്ന് അറിയില്ല, എങ്കിലും ഞാനന്ന് പറയട്ടെ, നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോ നീയും നിന്റെ ഉപ്പയും സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ഈ അലിയെ വലിച്ചിഴച്ചിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടാൽ നിന്റെ ഉപ്പയോട് പറഞ്ഞ് എനിക്ക് വേണ്ടി എന്നെ സ്വർഗത്തിലാക്കാൻ വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യണം കേട്ടോ ഫാത്തിമ. അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ ബീവിയോട് പറയാൻ, മലക്കുകൾ എന്നെ, നരകത്തിന്റെ മലക്കുകൾ എന്നെ വലിച്ചോണ്ട് പോകുന്നത് കണ്ടാൽ ഉപ്പയോടൊന്ന് പറഞ്ഞ് എന്നെ സ്വർഗത്തിലാക്കാൻ വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യണം കേട്ടോ. അലിയേ, നീ സ്വർഗത്തിലാണ് എന്ന് പലവട്ടം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ ആ 10 പേരിൽ 4 പേരുടെ അവസ്ഥയാണ് ഏറ്റവും വലിയ ആശങ്കയും ബേജാറും. എന്റെ സ്വർഗം നഷ്ടപ്പെടുമോ എന്നുള്ള ഏറ്റവും വലിയ ബേജാർ അവർക്കായിരുന്നു എന്നാണ്. ഏറ്റവും വലിയ പേടി അവർക്കായിരുന്നു. നമുക്കെന്ത് പേടിയുള്ളത്? എനിക്കെന്ത് പേടിയുണ്ട്? നമുക്കെന്ത് പേടിയുണ്ട്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ മുഴുവൻ എന്ത് നമ്മൾ ചെയ്താലും ഇതെന്റെ സ്വർഗം നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകുമോ എന്നുള്ള ചിന്ത, ആ പേടി നമുക്കുണ്ടാകണം. അങ്ങനെ നമ്മൾ ജീവിക്കാവൂ. ഞാനിത് പറഞ്ഞാൽ, ഞാനിത് ചെയ്താൽ, എന്റെ സമ്പത്ത് ഞാൻ ഈ നിലക്ക് വിനിയോഗിച്ചാൽ അത് നാളെ ആഖിറത്തിൽ എനിക്ക് എതിരാകുമോ, എന്റെ സ്വർഗം നഷ്ടപ്പെടാൻ അത് കാരണമാകുമോ? അങ്ങനത്തെ ഒരു പേടിയോടുകൂടെ ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് ആ സ്വർഗം കണ്ടിട്ട് പുഞ്ചിരിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എപ്പോഴാണ്, എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്താണ് രാത്രി ഭാര്യയോടൊപ്പം കിടന്നുറങ്ങിയ ഭർത്താവ് രാവിലെ നോക്കുമ്പോൾ കട്ടിലിൽ നിന്ന് താഴെ കിടക്കണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് അറിയുന്നത് സ്ട്രോക്ക് വന്നതാണ്. രാത്രി ഒരു ഞരമ്പ് പൊട്ടി, രക്തം കട്ട പിടിച്ചിട്ടുണ്ട്.
ഒരു മേജർ സർജറിയൊക്കെ ചെയ്തു. 5 ലക്ഷം രൂപയുടെ മുകളിൽ വരുന്ന സർജറിയൊക്കെ ചെയ്തു. ഇപ്പോഴും ഐസിയുലാണ്. ആഴ്ചകൾ കഴിഞ്ഞു, ഐസിയുലാണ്. ഇനി ഒരു സർജറി കൂടി ചെയ്യണം. ഒരു ചെറിയ വിരലിനൊരു ചെറിയ അനക്കൊക്കെ ഇതുവരെ വന്നിട്ടുള്ളൂ. അപകട നിലയൊന്നും ഇതുവരെ തരണം ചെയ്തിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫയും സലാമത്തും കൊടുക്കട്ടെ. ചെറിയ ഒരു തലവേദനയായിട്ട് സ്വന്തം ബൈക്കിൽ ആശുപത്രിയിലേക്ക് പോയതാണ്. സ്വന്തം ബൈക്കിലാണ് ആശുപത്രിയിലേക്ക് പോയത്. അതിനുശേഷം അവിടുന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു. അത് കാറിലാണ് പോയത്. ഇടക്ക് വെച്ച് കാറിൽ യാത്ര തുടരാൻ പറ്റാത്തതിന്റെ പേരിൽ ആംബുലൻസ് സജ്ജീകരിച്ചിട്ട് ആംബുലൻസിൽ മറ്റൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചു. സ്വന്തം ബൈക്കിൽ ആശുപത്രിയിൽ പോയതാണ് ചെറിയൊരു തലവേദനയായിട്ട്. അവസാനം വലിയ ഹോസ്പിറ്റലിൽ ആംബുലൻസിൽ എത്തിച്ചു. ദിവസങ്ങൾ നീണ്ടുനിന്ന ടെസ്റ്റുകൾ ഒക്കെ എല്ലാത്തിനും ശേഷം അവസാനം ഒന്നും ചെയ്യാനില്ല എന്ന ഡോക്ടർമാരുടെ മറുപടിയിൽ അവിടെ നിന്ന് ആംബുലൻസിൽ ആ രോഗിയെ വീട്ടിലേക്കല്ല, പീസ് വാലിയിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പീസ് വാലിയിൽ ഇനി ഒന്നും ചെയ്യാനില്ല. 80% മുകളിൽ ക്യാൻസർ അനുബന്ധമായ കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്ത് നൽകട്ടെ. ഈമാൻ സലാമത്തായിട്ട് മരിക്കാൻ അവർക്കും നമുക്കും ഒക്കെ പടച്ച റബ്ബ് തൗഫീഖ് പ്രദാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നമ്മൾ ഓർക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ വലിയ കേമന്മാരായിട്ട് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നുണ്ട്. നമ്മുടെ ഈ ശരീരത്തിന്റെ ഉള്ളിലെ രഹസ്യങ്ങൾ അത് അള്ളാഹുവിനെ അറിയും. ആ സഹോദരൻ ഇതുവരെ ആ രോഗത്തിന്റെ ഒരു ലക്ഷണം പോലും, ഒരു പ്രയാസം പോലും ഉണ്ടായിട്ടില്ല എന്നാണ്. ഇതുവരെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. നമ്മളൊക്കെ ജീവിക്കുമ്പോൾ അങ്ങനെ ജീവിക്കാൻ ഹോസ്പിറ്റലിലേക്ക് സ്വന്തം ബൈക്കിൽ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ ആംബുലൻസിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന അവസ്ഥയിൽ മടങ്ങിപ്പോകാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ എപ്പോഴാണ് മരണം സംഭവിക്കുന്നതെന്നും പറയാൻ പറ്റൂല. ആ മരിക്കുന്ന വേളയിൽ എന്തെങ്കിലുമൊക്കെ അവകാശപ്പെടാൻ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകണം. ജീവിക്കുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ പടച്ചവന്റെ പൊരുത്തത്തിലാണ്. എന്റെ സ്വർഗം നഷ്ടപ്പെടാൻ ഇത് കാരണമാകൂല എന്നുള്ള ബോധ്യത്തോടെ, ആ ചിന്തയോടെ അങ്ങനെ ജീവിക്കാൻ എനിക്കും നമുക്കും കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു യഥാർത്ഥ മുഅ്മിനായി തഖ്വയോടെ ജീവിക്കാൻ, അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായിട്ട് മരിക്കാൻ നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ആമീൻ. برحمتك يا رب.